ഷെഫോസെറോമ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്നല്ലേ, അപ്പോൾ നമുക്ക് നല്ല മഴയത്ത് നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ കണ്ണൂർ സ്റ്റൈൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. കൂടെ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്യുക. അതുകൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പൊന്നി റൈസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. റൈസ് നന്നായിട്ട് പൊരിഞ്ഞ് നമ്മുടെ പൊരിയൊക്കെ ആയിട്ട് വരുന്നത് പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുക. ഏലക്കൊന്നും കൂടുതലായി പോകരുത്, ഇതിന് കറക്റ്റ് മെഷർമെൻറ്റാണ് ഞാനെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ 2 ഏലക്ക മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു 5 മിനിറ്റോളം ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അണ്ടിപ്പരിപ്പ് ഈ അരിയിൽ കിടന്ന് തന്നെ നന്നായിട്ട് വറുത്തിട്ടും നല്ല റോസ്റ്റായിട്ട് ഇതേപോലെ പൊരിയൊക്കെ പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി 1 കപ്പ് റൈസും കൂടി ഞാൻ ഇതേപോലെ വറുത്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ബൗളിലേക്ക് ഇതേപോലെ മാറ്റി കൊടുക്കുക. ഇനി ചെറുതായിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ പകുതിയായിട്ട് ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തോളൂ. ഇതേപോലെ പൊടിച്ചെടുക്കുക. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. ഇനി അടുത്തതും നമുക്ക് പൊടിച്ചെടുത്ത് വരാം. ഞാനിത് മുഴുവനായിട്ടും പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 1 മുറിയും പിന്നെ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുക, അതായത് വെള്ളം പൊടിച്ചിട്ട് ഇതേപോലെ അളന്നിട്ട് ഇട്ടിട്ട് കൊടുത്താൽ നല്ല കറക്റ്റ് മെഷർമെൻറ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഞാനിതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. തേങ്ങ അധികം അരിഞ്ഞു പോവാതെ വെള്ളം ഒന്ന് അടിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കുക. ഇതേപോലെയാണ് അടിച്ചെടുക്കേണ്ടത്. ഇനി ഇത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടിരിക്കുന്ന അരിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് തവി കൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ബാക്കിയുള്ള ശർക്കരയും കൂടി നന്നായിട്ട് വടിച്ച് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടിത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സായി കിട്ടും. പിന്നെ നിങ്ങൾ അരി വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നോൺ സ്റ്റിക്കിൽ ഒരിക്കലും വറുത്തെടുക്കരുത്. നോൺ സ്റ്റിക്കൊക്കെ ഇളകി ഇതിൻ്റെ കൂടെ മിക്സായി പോകും. അപ്പോൾ നിങ്ങൾ അരി വറുത്തെടുക്കുമ്പോൾ നല്ല അലൂമിനിയം ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയോ ഒക്കെ എടുത്തിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉരുട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ചെറുതോ വലുതോ എങ്ങനെ വേണമെങ്കിലും ഇത് ഉരുട്ടിയെടുക്കാം. ഞാനിതിപ്പോൾ ഈ ഒരു സൈസിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. കണ്ടോ, ഞാനിതിപ്പോൾ മുഴുവനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു അരിയുടെ അളവ് വെച്ചിട്ട് 20 എണ്ണം വരെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. ഇതേപോലെ ചൂട് കട്ടൻ ചായയുടെ കൂടെ വൈകുന്നേരം 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത കിടിലൻ ഐറ്റമായിട്ട് വരുന്നത് വരെ ബായ്.